കണ്ട ഇത് പഴുത്ത് നല്ല നാരൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. കണ്ട നല്ല കളറാണ്. കണ്ട നല്ല ഓറഞ്ച് കളറാണ്. കണ്ട നല്ല നമുക്കപ്പോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണ ചേലമാവിന്റെ അടുത്താണ്. മാങ്ങണ്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാല് 3-ാം വർഷം തന്നെ കായ്ക്കണ ഒരു മാവാണ് ഈ ചേലമാവ്. വർഷത്തിൽ 2 പ്രാവശ്യം ഇത് പൂക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നല്ല വലിപ്പമുള്ള മാങ്ങയാണ് ചേലമാവിൻ്റെത്. നമുക്ക് ഒരു മാങ്ങയൊക്കെ നമുക്ക് പീസാക്കി കഴിഞ്ഞാൽ ഒരു 5 പേർക്കെങ്കിലും കഴിക്കാം. അത്ര വലിപ്പം ഉണ്ടാവും. പിന്നെ മാങ്ങണ്ടിയൊക്കെ കുറവായിരിക്കും, നാരുകളൊക്കെ ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ തന്നെയാണ് ചേലമാവ്. അപ്പൊ മാങ്ങണ്ടിയൊക്കെ കുഴിച്ചിട്ട മാവുകൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കുമല്ലോ. നമുക്കറിയാലോ, നമ്മിപ്പോ ഈ ബഡ് ചെയ്തതും ലെയർ ചെയ്ത മാവിനേക്കാളൊക്കെ കൂടുതൽ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലായിരിക്കുള്ളൂ. പിന്നെ വർഷങ്ങളോളം നിന്ന് കായ്ക്കണ മാവുകളൊക്കെയാണ് നാടൻ മാവുകൾ. അപ്പൊ നമുക്ക് ഒരു മാവൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മാവുണ്ടെങ്കിൽ നമുക്ക് ഈ മാങ്ങ അച്ചാറിടാനും കറിയിലിടാനും നമുക്ക് പഴുപ്പിച്ച് കഴിക്കാനും ജ്യൂസാക്കാനൊക്കെ പറ്റിയ നല്ലൊരു മാങ്ങയാണ്. അപ്പൊ നമുക്ക് മാങ്ങ വിളവെടുക്കാം. മുകളിലൊക്കെ മാങ്ങ ഉണ്ട് കേട്ടാ. നമ്മിപ്പോ താഴെയുള്ള മാങ്ങകളാണ് വിളവെടുക്കണത്. കണ്ട നല്ല വെയിറ്റ് ഉള്ള മാങ്ങയാണ് ചേലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട നല്ല വെയിറ്റ് ആണ് ഈ മാങ്ങക്ക്. കണ്ട ഇതെല്ലാം നല്ല മൂത്ത് കിടക്കണയാണ്. അപ്പൊ നമുക്ക് ഈ മാങ്ങയും കൂടെ നമുക്ക് വിളവെടുക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടാ മാങ്ങ. കണ്ട ഇത് പഴുത്ത് നല്ല നാരൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. കണ്ട നല്ല കളറാണ്. കണ്ട നല്ല ഓറഞ്ച് കളറാണ്. കണ്ട അവിടെ മാങ്ങ കണ്ട നല്ല. നമുക്കപ്പോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ്. നമുക്കൊരു മാങ്ങ നമുക്ക് പൂളിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മാങ്ങയാണ് ഇത്. കണ്ട ഇതേപോലെ കണ്ട പുഴുക്കേടുകളൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണിത്. അപ്പം നമ്മുടെ വീട്ടില് ഇപ്പൊ മാങ്ങണ്ടി കുഴിച്ചിട്ടാൽ തന്നെ നമുക്ക് 3 വർഷം കൊണ്ട് മാങ്ങ ഉണ്ടായി കിട്ടുകയും ചെയ്യും. വർഷത്തിൽ 2 പ്രാവശ്യം പൂക്കുകയും ചെയ്യും. ഇതിന്റെ ഞാൻ എയർ ലെയറിങ് ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് മാവ് നമുക്ക് എയർ ലെയറിങ്ങും ചെയ്ത് നമുക്ക് മാവും തൈ നടാലോ. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ മാങ്ങണ്ടി കുഴിച്ചും ഇട്ടും നമുക്ക് തൈ ഉണ്ടാക്കിയാലും 3-ാം വർഷം തന്നെ നമുക്ക് മാങ്ങ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ മാവൊക്കെ നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ മാവ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നടാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാവ് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. നമുക്ക് യാതൊരു വളവും ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ മാവ് പൂക്കും. കാരണം നമ്മ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം മാവൊക്കെ നടാനായിട്ട്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നടാൻ പറ്റിയൊരു മാവാണിത്. എന്താന്ന് വെച്ചാല് നിറച്ചിലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നല്ല വലിയ ഇലകളൊക്കെയാണ് ഈ മാവിൻ്റെത്. നല്ല ഭംഗിയാണ്. പിന്നെ മാങ്ങ ഉണ്ടായി കിടക്കണാണ് പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ്. കാരണം ഇത്രയും വലിപ്പമുള്ള മാങ്ങകളാണല്ലോ. ഈ വലിപ്പമൊന്നുമല്ല, നല്ല വലിപ്പം തന്നെ വെക്കും ഇത്. നല്ല വലിപ്പമുള്ള മാങ്ങകളാണ് ഈ മാവിൻ്റെത്. അപ്പൊ എല്ലാവരും ഒരു മാവൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.